2027 ഉത്തർപ്രദേശിൽ തെരഞ്ഞെടുപ്പ്, 27 പഞ്ചാബിൽ തെരഞ്ഞെടുപ്പ്, രാജ്യത്ത് വളരെ പ്രധാനപ്പെട്ട 2 സ്റ്റേറ്റുകളിൽ തിരഞ്ഞെടുപ്പ് വരികയാണ്. മാത്രമല്ല BJP അതീവ ഗുരുതരമായ പ്രതിരോധത്തിലെത്തി നിൽക്കുകയാണ്. രാമക്ഷേത്രത്തിന്റെ പേരിൽ UP-യിൽ വലിയ പ്രതിരോധമാണ്. അതുപോലെ തന്നെ നീറ്റ് എക്സാമിന്റെയും അതുപോലെ തന്നെ UGC എക്സാമിന്റെയൊക്കെ പേരിൽ കോക്രോച്ച് പാർട്ടിയുടെ വലിയ സമരം ഡൽഹിയിൽ നടന്നുകൊണ്ടിരിക്കുന്നു. അത് ഓരോ ടൗണുകളിലും പട്ടണങ്ങളിലുമൊക്കെ സമരം വ്യാപിച്ചുകൊണ്ടിരിക്കുന്നു. ഈ സമയത്ത് രാഹുൽ ഗാന്ധി എവിടെ എന്നൊരു ചോദ്യം വളരെ പ്രസക്തമാണ്. ഇപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ രാഹുൽ ഗാന്ധി ചൂടുള്ളപ്പോൾ കാറ്റുള്ളപ്പോൾ തൂറ്റണം, ചൂടുള്ളപ്പോൾ അടിക്കണം എന്നുള്ളതാണ്. അപ്പോൾ രാഹുൽ ഗാന്ധി ഇപ്പോഴെവിടെയാണ് എന്നൊരു ചോദ്യം ഈ ഫോൾഡറുകളിൽ നിന്ന് വരുന്നുണ്ട്. രാഹുൽ ഗാന്ധി ഇന്ത്യ സഖ്യത്തെ മെച്ചപ്പെടുത്തുന്നതിന് ഭാഗമായി രാഹുൽ ഗാന്ധിയുടെ റിലവൻസ് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സാന്നിധ്യം ഇപ്പോൾ ഇന്ത്യയിൽ വളരെ അത്യാവശ്യമാണ്. വളരെ പക്വതയുള്ള പാർലമെന്ററി പാർട്ടിയുടെ നേതാവാണ്, പ്രതിപക്ഷ നേതാവാണ്. അദ്ദേഹം അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി ചാടിക്കളിക്കാൻ പാടില്ല. രാഷ്ട്രീയം എന്ന് പറയുന്നത് ഒരു ചാണക്യ തന്ത്രമാണ്. അടിക്കേണ്ട സമയത്ത് അടിക്കേണ്ടിടത്ത് അടിക്കേണ്ടതുപോലെ അടിച്ചില്ലെങ്കിൽ പിന്നെ അടിച്ചിട്ടും കാര്യമില്ല എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ മാറുകയാണ്. അപ്പോൾ വളരെ കൃത്യമായി രാഹുൽ ഗാന്ധി ഇന്ത്യയിൽ ഇപ്പോൾ ചെയ്യേണ്ടുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. പ്രത്യേകിച്ച് ശരത് പവാറിനെ പോലെയുള്ള അതികായകനെ കയ്യിൽ കിട്ടിയിരിക്കുന്നു. മമതാ ബാനർജി വീണിരിക്കുന്നു, മമതാ ബാനർജിയെ കയ്യിൽ കിട്ടുന്നു. അപ്പോൾ മമതാ ബാനർജിയെ കോൺഗ്രസിൽ കൊണ്ടുവരികയോ അല്ലെങ്കിൽ സഖ്യകക്ഷിയായിട്ട് കൊണ്ടുവരാൻ പറ്റും. ആം ആദ്മി പാർട്ടിയുടെ അരവിന്ദ് കെജ്രിവാളിനെ കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ എല്ലാവരും ക്ഷീണിച്ച് തളർന്നിരിക്കുമ്പോഴാണ് പ്രധാനിയായ ശക്തനായ ആൾ കൂടുതൽ ശക്തരാവേണ്ടത്. അപ്പോൾ അങ്ങനെയുള്ള ശക്തിയിലേക്ക് വരാൻ രാഹുൽ ഗാന്ധിക്ക് കഴിയണം. അങ്ങനെ കഴിഞ്ഞാൽ വലിയ മാറ്റമുണ്ടാക്കാൻ കഴിയും ഭാരതത്തിൽ, അല്ലെങ്കിൽ ഇന്ത്യയിൽ വലിയ മാറ്റമുണ്ടാക്കാൻ കഴിയും. 2027 തെരഞ്ഞെടുപ്പിന് കൊച്ചു കൊച്ചു പാർട്ടികളെയൊക്കെ മുറിച്ച് പല കഷ്ണങ്ങളാക്കി അവരെ കൂടെ നിർത്താനുള്ള തന്ത്രങ്ങളുമായി നരേന്ദ്രമോദിയും BJPയും അമിത്ഷായും പിന്നെ നിതിൻ ബബിനുമൊക്കെ നീങ്ങുമ്പോൾ അതിനെ കൃത്യമായി പ്രതിരോധിക്കുന്നതിന് വേണ്ടി കഴിയുന്നത് രാഹുൽ ഗാന്ധിക്കാണ്. രാഹുൽ ഗാന്ധിയുടെ സാന്നിധ്യം വളരെ പ്രധാനമാണ് രാജ്യത്തും അതുപോലെ തന്നെ ഡൽഹിയിലും. പക്ഷെ പലപ്പോഴും അദ്ദേഹം ഡൽഹിയിലില്ല, രാജ്യത്തില്ല, വിദേശ രാജ്യങ്ങളിൽ സഞ്ചാരത്തിന് പോകുന്നു. മോദി സഞ്ചരിക്കട്ടെ, അദ്ദേഹം പ്രധാനമന്ത്രിയാണ്, അദ്ദേഹം സഞ്ചരിക്കുകയും പോവുകയും വരെയൊക്കെ ചെയ്തോട്ടെ. പക്ഷേ പ്രതിപക്ഷ നേതാവ് ഇന്ത്യയിൽ നിന്ന് ചെയ്യേണ്ട സമയത്ത് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ടതുപോലെ ചെയ്തില്ലെങ്കിൽ പിന്നെ ചെയ്യാൻ സമയം കിട്ടിയെന്ന് വരത്തില്ല. അങ്ങനെ സമയം ഉണ്ടായി വരുമ്പോൾ കാലം കൂടെ നിന്നെന്ന് വരത്തില്ല. ഏറ്റവും വലിയ ഫാക്ടർ എന്ന് പറയുന്നത് ടൈം ഈസ് എ വെരി സിഗ്നിഫിക്കന്റ് ഫാക്ടർ ഇൻ ദ പൊളിറ്റിക്സ് എന്നുള്ളതാണ്. രാഷ്ട്രീയത്തിൽ സമയമാണ് പ്രധാനം, കാലമാണ് പ്രധാനം. സമയത്തെയും കാലത്തെയും പ്രയോജനപ്പെടുത്തുന്ന നേതാവ് വലിയ നേതാവ്. ഇതാണ് ചരിത്രം പറയുന്ന മുഴുവൻ. അതുകൊണ്ട് തന്നെ കൃത്യമായി രാഹുൽ ഗാന്ധി ഇന്ത്യയിൽ നിന്നുകൊണ്ട് വലിയ രീതിയിലുള്ള മുന്നേറ്റം നടത്തേണ്ട സമയം കഴിഞ്ഞിരിക്കുകയാണ്. കൃത്യമായി ഭാരതത്തിൽ ഉണ്ടാവണം, വലിയ മുന്നേറ്റമാണ് ഉണ്ടാകേണ്ടത്. പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞു, രാമക്ഷേത്രവുമായി ബന്ധപ്പെടുത്തി വലിയ അതീവ ഗുരുതരമായ ഒരുപാട് കാര്യങ്ങൾ ദിവസവും പെട്ടെന്ന് പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനെ ക്യാഷ് ചെയ്യാൻ എവിടെയാണ് രാഹുൽ ഗാന്ധി? അതുപോലെ തന്നെ ഈ പരീക്ഷാ സമ്പ്രദായത്തിൽ വന്നിട്ടുള്ള പ്രശ്നങ്ങൾ, അതൊക്കെ യൂത്തിനെയും വിദ്യാർത്ഥികളെയൊക്കെ വലിയ തോതിൽ രാജ്യത്ത് അലർത്തിയിക്കാൻ പറ്റുന്നതാണ്. അതൊരു പ്രസ്താവനയിലൂടെ അല്ലെങ്കിൽ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ, ഒരു ഇൻസ്റ്റാഗ്രാം പോസ്റ്റിലൂടെ, അല്ലെങ്കിൽ ഒരു എക്സിലെ പോസ്റ്റിലൂടെ ഒന്നും തീരേണ്ടതല്ല. അത് വളരെ വലിയ ജനവിരുദ്ധമായ കാര്യങ്ങൾ ചെയ്യുന്നതിനെതിരെയുള്ള ജനകീയമായിട്ടുള്ള ഒരുപാട് പ്രവർത്തനങ്ങൾ നടത്താൻ സ്കോപ്പുള്ള സമയത്ത് രാഹുൽ ഗാന്ധിയെ കാണുന്നില്ല എന്നൊരു പരാതി വളരെ ഗൗരവമായി രാഷ്ട്രീയ രംഗത്തുണ്ട്. അതുകൊണ്ട് എവിടെയാണ് രാഹുൽ ഗാന്ധി എന്നാണ് ചോദിക്കുന്നത്. താങ്കൾ ലൈം ലൈറ്റിൽ നിൽക്കണം, വളരെ കൃത്യമായി ഈ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കണം. രാജ്യത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു നേതാവാണ്. അതുകൊണ്ട് തന്നെ ഒരു സിംഗിൾ മാൻ ആർമി എന്നുള്ള നിലയിൽ അല്ലെങ്കിൽ ഒരു ഒറ്റയാൻ പോരാട്ടം എന്നുള്ള നിലയിൽ ഒരു പാർട്ടിയും ജനാധിപത്യം അംഗീകരിക്കുന്നില്ല. വ്യത്യസ്ത പാർട്ടികളെ വ്യത്യസ്ത കാലത്തിൽ ഭരണമാറ്റത്തിലൂടെയും പല രൂപത്തിലുമാണ് ജനാധിപത്യം മനോഹരമാകുന്നത്, സുന്ദരമാകുന്നത്. അതുകൊണ്ട് തന്നെ നിരന്തരം തുടർച്ചയായി 3 വർഷം കഴിഞ്ഞ നരേന്ദ്രമോദിക്ക് 4ാം വർഷം കൂടി കൊടുക്കണമോ, 4ാമത്തെ ചാൻസ് കൊടുക്കണമോ എന്നുള്ള ചിന്തകൾക്കപ്പുറം നല്ല ഫൈറ്റ് കാഴ്ചവെക്കാൻ, നല്ല കോമ്പറ്റീഷൻ ഉണ്ടാക്കാൻ, രാജ്യത്ത് വേണമെങ്കിൽ കൃത്യമായി ജയിക്കാനും ഒക്കെയുള്ള സാഹചര്യം ഉണ്ടാക്കാനുള്ള അവസരത്തെ കൃത്യമായി പ്രയോജനപ്പെടുത്തുക എന്നുള്ളതാണ് രാഹുൽ ഗാന്ധി ഇപ്പോൾ ചെയ്യേണ്ടത്. തീർച്ചയായിട്ടും ഭാരതത്തിൽ ഉണ്ടാവണം, ഭാരതത്തിൻ്റെ ഡൽഹിയിൽ തന്നെ ഉണ്ടാവണം. ഈ പറയുന്ന കാര്യങ്ങളെ വളരെ കൃത്യമായി പ്രതിരോധിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് നീങ്ങാൻ കൃത്യമായി ശ്രമിക്കേണ്ടതാണ്. അങ്ങനെ ചെയ്യുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം.